കൊള്ളാം. സൂപ്പർ 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 അടിപൊളി സൂപ്പർ. ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു വ്യത്യസ്തമായ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നല്ല അടിപൊളി ഒരു ബ്രെഡും അതുപോലെ തന്നെ മുട്ടയും കൊണ്ട് നല്ലൊരു ബോംബ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ആരോടും പറയണ്ട, നല്ല അടിപൊളി ഒരു ബോംബൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടു തുടങ്ങി കേട്ടോ. ബ്രെഡും മുട്ടയും കൊണ്ട് കിടുക്കാച്ചി ഒരു ബോംബ് ഉണ്ടാക്കുവാൻ ആവശ്യമായ സാധനങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ. നമ്മുടെ എടുത്തു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയുടെ മസാല, നമ്മുടെ സവോളയും തക്കാളിക്കും മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ പച്ചമുളകും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് മസാല ആക്കി എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇതുപോലെ അരിഞ്ഞ് സെറ്റാക്കി വെക്കുക. പിന്നെ നമ്മുടെ ആ ബ്രെഡിൻ്റെ തന്നെ സൈഡ് അരിഞ്ഞതെല്ലാം കൂടെ വെച്ച് അതിൻ്റെ പൊടി നമ്മൾ റെഡിയാക്കി എടുത്തേക്കാം. ഇത്രയും സംഭവങ്ങളുണ്ടെങ്കിൽ അടിപൊളി ബ്രെഡ് ബോംബ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ബ്രെഡ് നനച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം ബ്രെഡ് എടുക്കുക, വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കുക. അതിനുശേഷം മസാല തൂത്ത് കൊടുക്കുക. മുട്ട ഒരെണ്ണം വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു ബ്രെഡ് ഇതുപോലെ മുക്കിയെടുക്കുക. അതിൻ്റെ മണ്ടയിൽ വയ്ക്കുക. നല്ലപോലെ ബോംബാക്കി എടുക്കുക, അതായത് ബോളാക്കി എടുക്കുക. ഇതുപോലെ നല്ലപോലെ ഉരുട്ടി എടുക്കുക. അതിനുശേഷം നമ്മുടെ ബ്രെഡിൻ്റെ പൊടി വെച്ചിട്ടില്ലേ അതിലോട്ടിടുക. ഇതുപോലെ സെറ്റാക്കി എടുക്കുക. വീണ്ടും ബ്രെഡ് എടുക്കുക, രണ്ട് പുറവും ഒന്ന് ജസ്റ്റ് മുക്കുക. അതിനുശേഷം നമ്മുടെ മസാല വയ്ക്കുക. വീണ്ടും മുട്ട വെച്ച് കൊടുക്കുക. ഒരു ബ്രെഡ് കൂടെ എടുക്കുക, രണ്ട് പുറവും ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒരു ബോളാക്കി എടുക്കുക. ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നല്ല കിടുക്ക് സാധനം നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി, നമുക്ക് ഓരോ ബോംബ് വെച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ബോംബ് കിടു പേരൊക്കെ അല്ലേ. നമ്മുടെ ബ്രെഡ് ബോംബ് കണ്ടാ മോനെ കിടു. ഇതുപോലുള്ള കിടുക്കാച്ചി വീഡിയോകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അതുമാത്രമല്ല, നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം, അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അറിയിക്കണം കേട്ടോ. നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ നമ്പറൊക്കെ എടുത്ത് എനിക്ക് മറുപടിയൊക്കെ അയക്കണം കേട്ടോ. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. നിങ്ങൾ അതൊക്കെ കണ്ട് നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ബോംബ് നമുക്ക് പെരിയെ നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. നല്ലപോലെ മൂത്ത് റെഡി ആയിട്ടുണ്ട്. അടുത്ത ബോംബ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കിടുക്കാച്ചി ബ്രെഡും മുട്ടയും കൊണ്ടുള്ള അടിപൊളി ബോംബ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങും എറിയാനൊന്നുമല്ല കേട്ടോ, നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ള അടിപൊളി ബോംബാണ്. ഇത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. ഒരു ബോംബൊക്കെ ഒന്നൊന്നര ബോംബായിട്ട് കണ്ടോണം കേട്ടോ. നല്ല ചൂടാണ്.
എൻ്റെ മോനെ നല്ല ചൂടാണ്. പാത്രം താഴോട്ടൊന്ന് വെക്കുവാനെ. മുട്ട കൊണ്ടുള്ള കിടുക്കാച്ചി ബോംബാണ്. എൻ്റെ മോനെ പൊളി സാധനം എന്ന് പറയാൻ പൊളി സാധനം കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കണം. അല്ലേ? ആ ഓ പൊളി അടിപൊളി ബോംബ കേട്ടോ. നിങ്ങളിത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. ഇതുപോലുള്ള കിടുക്കാച്ചി വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബായ്. ബാക്കി വന്ന മസാലയൊക്കെ വെച്ച് നമുക്കൊരു പണി കൊടുക്കാനുള്ള പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. കുറച്ച് ബ്രെഡ് പൊടിയും കൂടെ വെച്ച് 8ൻ്റെ പണി ഒരാൾക്ക് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ മുട്ട വെച്ചിട്ടില്ല കേട്ടോ. ചെറിയൊരു പണിക്കുള്ള പണിയാണ്. കണ്ടോ? ഇതുപോലെ മുട്ട ഇല്ലെങ്കിലും നമുക്കിതുപോലെ മസാലയൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ അളിയൻ വരുന്നുണ്ട്. പണി കൊടുക്കാം കേട്ടോ. പാളി. അപ്പം നമ്മുടെ അളിയൻ്റെ വീട്ടിലായിരുന്നു. അപ്പം അളിയനും കൂടെ നമ്മുടെ ബോംബെയിൽ ഒരെണ്ണം കൂടെ കൊടുക്കുക അല്ലേ? അപ്പോൾ പിടിക്കളിയാ ബോംബെ. എറിയല്ല, കഴിച്ചോണം. കൊള്ളാം, പൊളിയാ, സൂപ്പർ സാധനമാണെന്നാ പറയുന്നത്. എന്തൊക്കെ ഇത് നമ്മൾ ചേർത്തേക്കുന്നേ? പൊളി സാധനം. എന്തൊക്കെ നമ്മൾ ചേർത്താ ഇത് ഉണ്ടാക്കി? നല്ല സാധനമാണ്. ആ, എന്തൊക്കെ ചേർത്താ ഉണ്ടാക്കിയെന്ന് കൂടെ പറ. ഇത് തക്കാളി, സവാള, പച്ചമുളക്, പിന്നെ മുട്ട, പിന്നെ ബ്രെഡ്. എന്നിട്ട് മുട്ട എന്തി? മുട്ട കിട്ടിയില്ല. അളിയന് കിടുക്കാച്ചി ഒരു പണി കൊടുത്തിട്ടുണ്ട്. അളിയന് 10 മുട്ട എടുത്ത് നമ്മൾ ഉണ്ടാക്കിയാണ്. അപ്പോൾ ആ 10 മുട്ടയിൽ ഒരു മുട്ട കണ്ടില്ല. അളിയൻ അത് കഴിച്ചു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അളിയന് നമ്മൾ ഇതിൻ്റെ അകത്താക്കി അങ്ങ് കൊടുത്ത്. പിന്നെ അല്ല, മുട്ട എടുത്ത ഞാനല്ലായിരുന്നു. പിന്നെ ആരായിരുന്നു? പെണ്ണുപിള്ളയാണോ? എൻ്റെ പെങ്ങളായിരുന്നു കേട്ടോ എടുത്തത്. ഏതായാലും കൊള്ളാം. പെങ്ങൾ ചെയ്താലും ആര് ചെയ്താലും അളിയനിട്ട് ഏറ്റ പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അളിയൻ മുട്ടയുള്ളത് കഴിച്ച് ഇത് വെച്ചേക്കൂടെ? മുട്ടയുള്ളത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ. കളയുന്നില്ല കേട്ടോ. അതും നടുവേ അങ്ങ് പൊട്ടിയില്ലേ? ആ, എൻ്റെ മോനെ കാണിച്ചേ, ഒരു മുട്ട കാണിച്ച്. കണ്ടോ? അളിയന് മുട്ട കൊടുത്തിട്ടുണ്ടോ? പരാതിയൊന്നും വേണ്ട, അളിയന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ കേട്ടോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോ. കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. വീണ്ടും ഒരു ബൈ.